അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. യുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യാണ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നത്. നിങ്ങളെല്ലാവരും അറിഞ്ഞ പോലെ തന്നെ ഒരു സർക്കംസിഷനുമായി ബന്ധപ്പെട്ടിട്ട് 2 മാസം പ്രായമുള്ള ഒരു കുട്ടി കോഴിക്കോട്ട് ഒരു സ്വകാര്യ ക്ലിനിക്കിൽ വെച്ച് മരണപ്പെടുകയുണ്ടായി. ഈ സമയത്ത് ഇതിനെതിരെ വലിയ കോലാഹലമാണ് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ നമ്മൾ കണ്ടത്. അതായത് ഈ സർക്കംസിഷൻ എന്ന് പറയുന്നത് എന്തോ ഒരു പ്രശ്നമുള്ള സാധനമാണ് എന്നും അതിനൊക്കെ നിരോധിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ചില ആർഗ്യുമെന്റുകളൊക്കെ കണ്ടു. പിന്നെ നമ്മളോടൊപ്പം ഇത് സംസാരിക്കാനുള്ളത് ഡോക്ടർ അസ്ലമാണ്. ഡോക്ടർ അസ്ലം കോഴിക്കോട് പീഡിയാട്രീഷ്യനായി വർക്ക് ചെയ്യുന്ന ആളാണ്. അതോടൊപ്പം തന്നെ മെഡിക്കൽ സ്റ്റുഡന്റ് ഹിലാൽ സലീമാണ് നമ്മളോട് ഈ വിഷയം സംസാരിക്കാൻ കൂടുള്ളത്. ഡോക്ടർ അസ്ലം, നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ പോലെ തന്നെ പിന്നെ കുട്ടി മരിച്ചൊരു സംഭവം ദാരുണമായ ഒരു സംഭവമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതില് ഒരുപാട് സോഷ്യൽ മീഡിയ ഇപ്പൊ ഫ്രീ തിങ്കേഴ്സ് ഗ്രൂപ്പ് ആയാലും അതേപോലെ തന്നെ യുക്തിവാദി ഗ്രൂപ്പ് ആയാലും അതേപോലെ ഇസ്ലാം വിമർശക ഗ്രൂപ്പ് ആയാലും ഒക്കെ കാണുന്നത് ഈ ചേലാകർമ്മം അല്ലെങ്കിൽ സർക്കംസിഷൻ എന്നത് വളരെ വലിയ എന്തൊരു പ്രശ്നമുള്ള സാധനമാണ്, അത് നിരോധിക്കണമെന്നും ഒക്കെയാണ് അവർ പറയുന്നത്. അപ്പൊ ആരിഫ് ഹുസൈനെ പോലുള്ള ആളുകൾ ഈ സമയത്ത് പത്തി വിടർത്തി പുറത്തു വരുന്ന ഒരു സാധനമാണല്ലോ ആരിഫ് ഹുസൈൻ. അദ്ദേഹം മുമ്പ് കേസൊക്കെ കൊടുത്തിരുന്നു. പിന്നെ ഇത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന സാധനമാണ്, ശാസ്ത്രീയമായി യാതൊരു അടിത്തറയും ഇല്ലാത്തൊരു ഒരു 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 സംഗതിയാണ് ഈ സർക്കംസിഷൻ, അത് നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് പുള്ളി അതിന് പണപ്പിരിവ് സ്വാഭാവികമായിട്ടുണ്ടാവും, അതിന്റെ കൂടെ തന്നെ ഒരു കേസും കൊടുത്തിട്ടുണ്ടായിരുന്നു പുള്ളി. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് ഈ സംഗതി? ഇത് ശാസ്ത്രീയമായ അടിത്തറ ഇല്ലാത്തതാണോ? ഒന്നാമത് അതിന് അമ്മമായി പറയാനുള്ളത്, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം വിശ്വാസപരമായിട്ട് ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിന് ശാസ്ത്രീയമായ ഒരു അടിത്തറ ഉണ്ടാവണമെന്നല്ല, അവർക്ക് അതിൽ പ്രമാണങ്ങളിലുണ്ടോ, അവർ പ്രവാചകൻ ഒരു കാര്യം നിർദ്ദേശിച്ചാൽ അത് മുസ്ലിങ്ങൾക്ക് അത് മതി തെളിവായിട്ട്, അത് ശാസ്ത്രീയ അടിത്തറ വേണമെന്നില്ല. പക്ഷെ ഈ കാര്യത്തിൽ എന്താണ് ഇവർ പറയുന്ന ആർഗ്യുമെന്റ്സ് ശരിയാണോ? അതിന് ശാസ്ത്രീയ അടിത്തറ ഇല്ലാത്ത പ്രാകൃതമായിട്ടുള്ള ഒരു രീതിയാണോ ഈ സർക്കംസിഷൻ? ഓക്കെ, സലാഹുദ്ദീൻ, താങ്ക് യു ഈ ഒരു ചർച്ചയിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തതിന്. ഞാനും ചില കമന്റുകളൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. സർക്കംസിഷൻ ഈ ഒരു ഇൻസിഡന്റ് സംഭവിച്ച സമയത്ത് അത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അങ്ങനത്തെ ഒരു സംഭവം പ്രിവെന്റ് ചെയ്യാൻ പറ്റുക, വാട്ട് ആക്ച്വലി ഹാപ്പൻഡ്, അങ്ങനത്തെ ഒരു സയന്റിഫിക് ലൈനിൽ ആ ഒരു ഡിസ്കഷൻ പോകുന്നതിന് പകരം അതൊരു വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു ഡിസ്കഷനെ കൊണ്ടുപോവുകയും അത് എല്ലാം വെറുപ്പ് വിറ്റ് കാശാക്കുന്ന ആളുകൾ ഒരു മനുഷ്യന്റെ മരണത്തെ പോലും വിറ്റ് കാശാക്കുന്ന ഒരു കൾച്ചറിലേക്ക് പോവുകയൊക്കെ ചെയ്യുമ്പോൾ പോയ ആളുടെ ഒരു ബാക്ക് ഫയൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷെ എന്നാലും ആളുകൾക്ക് അതിലൊരു ക്ലാരിറ്റി ഉണ്ടാവേണ്ടത് നല്ലതാണെന്ന് തോന്നി എനിക്ക് ഈ ചർച്ച നിങ്ങൾ വിളിച്ച സമയത്ത്. പിന്നെ ആക്ച്വലി സർക്കംസിഷൻ എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ പ്രൊപ്യൂസ്, അതായത് നമ്മൾ ഫോർസ്കിൻ എന്ന് പറയുന്ന ഭാഗം, നമ്മൾ ഗ്ലാൻസ് പെനിസിനെ കവർ ചെയ്യുന്ന ഫോർസ്കിന് സർജിക്കലി റിമൂവ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് സർക്കംസിഷൻ. ഇതൊന്നും ഇന്നലെയോ തുടങ്ങിയതല്ല. മനുഷ്യന്റെ ഒരു ഡോക്യുമെന്റഡ് ഹിസ്റ്ററിയിൽ ഒരുപാട് കാലമായിട്ട് പഴക്കമുള്ള ഒരു കൾച്ചറൽ പ്രാക്ടീസ് ആണ്. അതൊരു മെഡിക്കൽ പ്രാക്ടീസ് എന്നതിനേക്കാൾ അധികം ഒരു കൾച്ചറൽ പ്രാക്ടീസ് ആയിട്ട് ഒരുപാട് കാലമായി ഹ്യൂമൻ ഹിസ്റ്ററി, ഇപ്പോൾ അബ്രഹാമിന്റെ കാലം മുതലേ ഉണ്ട് എന്നാണ് പറയുന്നത്. അബ്രഹാമിന്റെ കാലം മുതൽ എന്ന് പറഞ്ഞാൽ ഏകദേശം BC 4000 ഒക്കെ ആയിരിക്കും അല്ലെ ഹിലാൽ? ഏകദേശം ആ ഒരു കാലം മുതൽ തന്നെ ഈ ഒരു പ്രാക്ടീസ് ഹ്യൂമൻ ഹിസ്റ്ററിയിലുണ്ട്. പക്ഷെ കുറെ അഡ്വാൻസ്ഡ് ആയി ഇപ്പോ അതിന്റെ ഒരു പ്രൊസീജിയർ ഒക്കെ കുറച്ചുകൂടി നമ്മുടെ മോഡേൺ സയൻസും കാര്യങ്ങളൊക്കെ വന്നപ്പം അനസ്തീഷ്യ ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു മെത്തേഡിലേക്ക് കാര്യങ്ങൾ മാറി. അതൊരു പക്ഷെ ഈ ലാസ്റ്റ് സെഞ്ചുറിയിലായിരിക്കും അങ്ങനെ ഒരു അനസ്തീഷ്യ ഒക്കെ കൊടുത്തിട്ടുള്ള പ്രൊസീജിയർ ആയിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ ഫോർസ്കിൻ എടുത്ത് മാറ്റുന്ന ഈ ഒരു പ്രക്രിയക്ക് വേണ്ടിയിട്ട്, പെയിൻ റിലീഫിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ പ്രൊസീജിയറും, പെയിൻഫുൾ പ്രൊസീജിയറിനും ഇപ്പൊ നമുക്ക് അനസ്തീഷ്യ അവൈലബിൾ ആണ്. അത് അനസ്തീഷ്യ ബേസിക്കലി ലോക്കലായിട്ടും ജനറൽ ആയിട്ടും ഒക്കെ കൊടുക്കാം. ഈ പരിപാടിക്ക് പ്രധാനമായിട്ടും ലോക്കൽ അനസ്തീഷ്യയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ ചില കണ്ടീഷൻസിൽ ചിലപ്പോൾ നമ്മൾ ജനറൽ അനസ്തീഷ്യയും ഉപയോഗിക്കേണ്ടി വന്നിട്ട്, അത് ബേസ്ഡ് അപ്പോൺ ദി ക്ലിനിക്കൽ സിറ്റുവേഷൻ ആൻഡ് കണ്ടീഷൻ ഓഫ് ദി പേഷ്യന്റ് നമ്മൾ ചിലപ്പം കൊടുക്കാം. അനസ്തീഷ്യക്ക് അനസ്തീഷ്യതായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള റിസ്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു ബേസിക് സംഭവം. ഒരു മിനിറ്റ് ഡോക്ടർ, ഇത് പറയുമ്പോൾ സാറിന് ഓഡിയൻസ് ഉണ്ടാകുന്ന സംശയമാണ് ഈ ലോക്കൽ അനസ്തീഷ്യയും ജനറൽ അനസ്തീഷ്യയും തമ്മിലുള്ള വ്യത്യാസം. അതും കൂടി ഒന്ന് ക്ലിയർ ചെയ്ത് പോയാൽ എനിക്ക് തോന്നുന്നു നമ്മൾ അടുത്തുള്ള കൺവെർസേഷൻ കുറെ കൂടി എളുപ്പമായിരിക്കും. ഓക്കെ. ലോക്കൽ അനസ്തീഷ്യ നമ്മളൊരു പ്രൊസീജിയർ ചെയ്യുന്നത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം. ഇപ്പൊ നമ്മളൊരു മുറിവ് ഉണ്ടായി, നമ്മളിപ്പോ എവിടെയെങ്കിലും വെച്ച് മുറിവ് തട്ടി അല്ലെങ്കിൽ കയ്യിൽ കത്തി തട്ടൊക്കെ ചെയ്തിട്ട് ഒരു മുറിവ് ഉണ്ടായി എങ്കിൽ ആ മുറിവ് തുന്നാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മളൊരാളുടെ ട്യൂബ് ഒന്ന് കെട്ടിട്ട് ഫുള്ളായിട്ട് മയക്കി കെടുത്തിട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ആ സ്ഥലത്ത് നമ്മളൊരു ബ്ലോക്ക് കൊടുക്കും, ഒരു അനസ്തെറ്റിക് ഏജന്റ്. ആ ഭാഗത്ത് വേദനിക്കാതിരിക്കാൻ, ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു മെഡിസിൻ കൊടുക്കും.
അതിന്റെ ആ ഒരു തരിപ്പിൽ നമ്മൾ ആ വേദന അറിയാത്ത രീതിയിൽ സൂച്ചർ ചെയ്യും. അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും. അതിനാണ് നമ്മൾ ലോക്കൽ അനസ്തീഷ്യ എന്ന് പറയാം. ജനറൽ അനസ്തീഷ്യ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി വലിയ പ്രൊസീജിയർ ആകുമ്പോൾ ഇത് മാത്രം മതിയാവില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ ഫുള്ളായിട്ട് മയക്കി കെടുത്തി അവർക്ക് കൃത്രിമമായി ശ്വാസമൊക്കെ കൊടുത്ത് ഇൻറ്റുബേറ്റ് ഒക്കെ ചെയ്ത് ട്യൂബൊക്കെ ഇട്ടിട്ട് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് ജനറൽ അനസ്തീഷ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു കോമൺ ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് ലോക്കൽ അനസ്തീഷ്യയിലാണ് സാധാരണഗതിയിൽ. ജനറൽ അനസ്തീഷ്യ ചെയ്യുന്ന ആളുകളുണ്ട്. സാധാരണഗതിയിൽ ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറയുന്നത് ഏതും ലോക്കൽ അനസ്തീഷ്യയാണ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ ജനറലൊക്കെ ചെയ്യാം. അനസ്തീഷ്യ ബേസിക്കലി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൊസീജിയർ ചെയ്യുന്ന ആൾക്ക് വേദനിക്കാതിരിക്കുക, അതിനെ കവർ ചെയ്യുക എന്നുള്ളതാണ്. അത് ഒരു റീസെന്റ് പ്രാക്ടീസ് ആണ്. ഇപ്പൊ ഈ ഒരു സർക്കംസിഷൻ എന്ന് പറയുന്ന ഒരു കൾച്ചറൽ പ്രാക്ടീസിന്റെ ഹിസ്റ്ററി എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ അനസ്തീഷ്യ വരുന്നത് ഈ ഒരു അവസാനത്തെ സെഞ്ചുറിയിലായിരിക്കും. ഒരു പക്ഷെ അനസ്തീഷ്യ കണ്ടെത്തി ഈ ഒരു ഈ ലാസ്റ്റ് സെഞ്ചുറിയിലായിരിക്കും അനസ്തീഷ്യ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ഉണ്ടാവുന്നത്. അപ്പൊ ഏതൊരു സാധനത്തിനും അങ്ങനെ തന്നെയാണ്. പണ്ട് കാത് കുത്തുന്ന പോലെയല്ല ഇപ്പൊ കാത് കുത്തുന്നത്. പണ്ട് മുറിവ് തുന്നുന്ന പോലെയല്ല ഇപ്പം മുറിവ് തുന്നുന്നത്. സയൻസും ടെക്നോളജി അഡ്വാൻസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് മനുഷ്യനിൽ ഇങ്ങനത്തെ ഓരോരോ പ്രൊസീജിയറിൽ അനസ്തീഷ്യയും ഒക്കെ നമ്മൾ ഇൻവോൾവ് ചെയ്യിക്കുന്നത് മാത്രം. ഇതില് പിന്നെ ഈ അനസ്തീഷ്യ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണോ, എന്താണ് അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആവുന്നതുകൊണ്ട് ഇത്തരം ഘട്ടങ്ങളിലൊക്കെ ഈ കുട്ടിക്ക് ഇങ്ങനെ മരണം സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടോ? ഈ കേസിൽ അങ്ങനെയാണ് സംഭവിച്ചിരിക്കാനുള്ള സാധ്യത? എന്താണ് സംഭവിച്ചെന്നുള്ള എക്സാക്ട് ആയിട്ടുള്ള റിപ്പോർട്ട്സ് മെഡിക്കൽ അന്വേഷണങ്ങൾ നടന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് പറയാൻ കഴിയുള്ളൂ. സാധാരണഗതിയിൽ ലോക്കൽ അനസ്തീഷ്യ ഇപ്പൊ വളരെ കോമൺ ആയിട്ട് ഇപ്പൊ നമുക്കിപ്പോ ഹിലാൽ സ്വിച്ചർ ചെയ്തിട്ടുണ്ടോ? ഹിലാൽ പ്രാക്ടീസ് ഇതിന്റെ സമയത്ത് പോസ്റ്റിങ്ങിന്റെ സമയത്ത് സ്വിച്ചർ ചെയ്തിട്ടുണ്ടോ? എത്തിയിട്ടില്ല. എനിക്ക് ഇനി ഹൗസ് സർജൻസി ഒക്കെ തുടങ്ങുന്ന സമയത്ത് മനസ്സിലാവും. നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ലോക്കൽ അനസ്തീഷ്യ. എന്തൊരു ചെറിയ പ്രൊസീജിയറിന് ഇപ്പൊ ഒരു നഖം പറിക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു പല്ല് പറിക്കണം എന്നുണ്ടെങ്കിൽ, സ്വിച്ചർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒക്കെ നമ്മൾ ലോക്കൽ അനസ്തീഷ്യ യൂസ് ചെയ്യും. അപ്പോ ലോക്കൽ അനസ്തീഷ്യയിൽ ഇങ്ങനെ ഒരു മരണം സംഭവിക്കുക എന്നൊക്കെ പറയുന്നത് അങ്ങനെ കോമൺ ആയിട്ടുള്ള ഒരു സംഭവമേ അല്ല. പക്ഷേ റെയർലി ഇറ്റ് ക്യാൻ ഹാപ്പൻ. രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് പ്രധാനമായിട്ടും ഇങ്ങനത്തെ അപകടങ്ങൾ, നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഇവന്റ്സ് ഈ അനസ്തീഷ്യയിൽ ഇന്നലേക്ക് വരാൻ സാധ്യത, ലോക്കൽ അനസ്തീഷ്യയിൽ വരാൻ സാധ്യതയുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് അനസ്തീറ്റിക് ഏജന്റിനോട് ആ പേഷ്യന്റിനോട് ഒരു ഹൈപ്പർ റിയാക്ഷൻ വരിക, അല്ലെങ്കിൽ അലർജിക് റെസ്പോൺസ് വരിക. നമ്മൾ അനാഫിലാക്സിസ് എന്ന് പറയും. അത് എന്ത് സാധനത്തിനോട് ഒരു മനുഷ്യർക്ക് ഉണ്ടാവാം. ചില ആളുകൾക്ക് പാരസിറ്റമോൾ കുടിച്ചാലായിരിക്കും, ചില ആളുകൾക്ക് സൾഫർ ഡ്രഗ്സ് ആയിരിക്കും അലർജി ഉണ്ടാവുക, ചില ആളുകൾക്ക് ബീഫ് കഴിച്ചാൽ വരും, ചെമ്മീൻ കഴിച്ചാൽ വരുന്ന ആൾക്കാരുണ്ട്. പല ആളുകൾക്കും അത് ഓരോ മനുഷ്യന്റെ ഇൻബിൽറ്റ് ആ ഒരു ചില സാധനങ്ങളോട് അവർക്ക് എന്തുണ്ടാവും, ഒരു ഹൈപ്പർ റെസ്പോൺസീവ്നെസ് ഉണ്ടായിരിക്കും, അലർജിക് റിയാക്ഷൻസ് വരും. അപ്പോൾ അതിൽ ചില ആളുകൾക്ക് ഈ അനസ്തെറ്റിക് മരുന്നുകളോട് അലർജിക് റിയാക്ഷൻ വരുന്ന ആളുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ ബീഫ് അലർജി ഉള്ള ആളുകൾ ബീഫ് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. ചില ആളുകൾ നമുക്കറിയാം, അവർ അഡ്രിനാലിൻ പോക്കറ്റിലിട്ടിട്ടാണ് നടക്കുക. കാരണം എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനെ സമയം കിട്ടില്ല. അങ്ങനെയും വരുന്ന ഒരു പ്രശ്നമാണ് ഈ അനാഫിലാക്സിസ്. എന്തിനോടും വരാം. അതില് ഈ അനസ്തെറ്റിക് ഏജന്റിനോട് അനാഫിലാക്സിസ് വരാൻ സാധ്യതയുള്ള ഒരാളിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനോടുള്ള അനാഫിലാക്സിസ് റിയാക്ഷൻ വരികയും എന്ത് പ്രശ്നങ്ങൾ വരികയും ചെയ്യും. ഇത് എന്ത് പർപ്പസിന് വേണ്ടി കൊടുത്താലും വരും. അത് എന്തിനോടാണ് എന്നുള്ളതിനനുസരിച്ച് ഒരുപക്ഷെ മുമ്പ് ടെസ്റ്റ് ചെയ്യാത്ത ഒരാൾക്ക് അത് അറിയാൻ സാധ്യതയില്ല. അതാണ് സംഭവം. സാധാരണ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യല് ടെസ്റ്റ് ഡോസ് കൊടുക്കുക എന്നുള്ളതാണ്. ടെസ്റ്റ് ഡോസ് കൊടുത്തിട്ട് മാത്രമേ നമ്മളൊരു സാധനം ഇൻഫിൽട്രേറ്റ് ചെയ്യാൻ, ലോക്കൽ അനസ്തീഷ്യ ടെസ്റ്റ് ഡോസ് ആദ്യം കൊടുക്കണം എന്നുള്ളതാണ് യഥാർത്ഥ സയൻസ്. എന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫുൾ ഡോസ് കൊടുക്കുക. അപ്പൊ അങ്ങനത്തെ ഘട്ടങ്ങളിൽ നമുക്ക് കുറച്ചും കൂടി പറയാൻ പറ്റും. പക്ഷെ എന്നാലും നമുക്കത് ഫുള്ളി പ്രെഡിക്റ്റബിൾ ഒന്നുമല്ല. മുമ്പ് സെപ്ട്രാക്സോൺ ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് എറണാകുളത്ത് ഒരു കുട്ടി മരിച്ചത്, മെഡിക്കൽ സ്റ്റുഡന്റ് മരിച്ചത് ഓർക്കുന്നുണ്ടായിരിക്കും. അത് ടെസ്റ്റ് ഡോസ് ഒക്കെ കൊടുത്തായിരുന്നു. പക്ഷെ ഇറ്റ് ഹാപ്പൻഡ്. അങ്ങനെ സംഭവിക്കാം എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത് ലോക്കൽ അനസ്തെറ്റിക് സിസ്റ്റമിക് ടോക്സിസിറ്റി എന്ന് പറയുന്നത് LAST, ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതായത് ഈ ലോക്കലായിട്ട് കൊടുക്കുന്ന സാധനത്തിന് ഏതോ അർത്ഥത്തിൽ സിസ്റ്റമിക് അബ്സോർപ്ഷൻ സംഭവിക്കുക, ഏതെങ്കിലും വെയിനിലൊക്കെ പങ്ക്ചർ തട്ടിയിട്ട് സിസ്റ്റമിക് അബ്സോർപ്ഷൻ സംഭവിക്കുക. ഒരു ലിഗ്നോക്കൈൻ ആണെന്നുണ്ടെങ്കിൽ അത് അരിത്മോജനിക് ആണ്, അരിത്മിയ വരാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം സംഭവിക്കാറ്. പക്ഷെ രണ്ടാമത്തെ പോസിബിലിറ്റി ഈസ് വെരി റയർ. ഈ ഒരു കേസിൽ നമുക്കറിയില്ല വാട്ട് ഹാപ്പൻഡ് എന്നുള്ളത്. ബട്ട് മോസ്റ്റ് പ്രോബബിളി അതൊരു അനാഫിലാക്സിസ് റിയാക്ഷൻ ആവാനാണ് സാധ്യത എന്ന് വിചാരിക്കാനാണ് തരുന്നത്. അപ്പൊ ഡോക്ടർ ഇവര് പ്രചരിപ്പിക്കുന്നത് ഈ സർക്കംസിഷന് യാതൊരു സയന്റിഫിക് ആയിട്ട് യാതൊരു ബേസും ഇല്ലാത്ത. ഇതിൽ വേറൊരു കാര്യം, അതിലേക്ക് പോകുന്നതിന് മുമ്പ് വേറൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല് ദിസ് ഈസ് എ പ്രോബ്ലം ഓഫ് അനസ്തീഷ്യ.
അത് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണിത്. ലോക്കൽ അനസ്തീഷ്യ അല്ലെങ്കിൽ അനസ്തറ്റിക് ഏജന്റിനോട് അനാഫലാക്സിസ് വന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, അനാഫലാക്സിസ് എന്ത് സാധനത്തിനോടും വരാം. ഇവിടെ ഈ ഒരു വിഷയത്തിൽ പ്രോബബ്ലി സംഭവിച്ചിട്ടുണ്ടായിരിക്കൽ അനസ്തീഷ്യ കൊടുത്ത സാധനത്തിനോട് ഒരു റിയാക്ഷൻ വരികയും കൊളാപ്സ് സംഭവിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പൊ അനസ്തീഷ്യ എന്തിന് കൊടുത്താലും വരും. ആ പേഷ്യന്റിനെ കാത് കുത്താൻ പോയിട്ടുള്ള സമയത്താണ് കൊടുത്തതെങ്കിലും ഈ പ്രശ്നം സംഭവിക്കുമായിരുന്നു. അല്ലെങ്കിൽ ആ പേഷ്യന്റിനെ ഒരു ഫ്യൂച്ചറിങ് വേറെന്തോ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് പോയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളതെങ്കിൽ അപ്പോഴും ഇതൊക്കെ ഒരു പക്ഷെ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. ഇങ്ങനത്തെ ഒരു റെസ്പോൺസ് വരാൻ സാധ്യതയുള്ള പേഷ്യന്റിന് എന്ത് കാരണത്തിന് വേണ്ടി നിങ്ങൾ ലോക്കൽ കൊടുത്തു കഴിഞ്ഞാലും ഈ ഒരു വിഷയം സംഭവിക്കുക എന്നുള്ളതാണ്. അതായത് സർക്കംസിഷന്റെ ഒരു സർക്കംസിഷൻ ചെയ്തുകൊണ്ട് ആൾ ഡെത്തായി എന്നുള്ള രീതിയിലാണ് ഈ ആളുകൾ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. ലോക്കൽ അനസ്തീഷ്യയോട് ഹൈപ്പർ റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അത് അനസ്തീഷ്യയുടെ ഒരു വിഷയമാണെന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. അപ്പൊ ഇവരുടെ ഈ ഒരു ലോജിക്ക് വെച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അനസ്തീഷ്യ എന്ന സാധനം നിരോധിക്കേണ്ടി വരും. അനസ്തീഷ്യ നിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കേസ് ഫയൽ ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ഒരു ചർച്ചയിലേക്കാണ് ഈ ആരിഫിനെ പോലത്തെ ആളുകൾ ആ ഡിസ്കഷനെ കൊണ്ടുപോയതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് സലാഹുക്കാല് ഈ സലാഹുക്കാന്റെ മൈക്ക് മ്യൂട്ടാണ്. ആരിഫ് ഈ ആരിഫിനെ പോലുള്ള ആൾക്കാർ മാത്രമല്ല, ഇത് ആദ്യം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മാധ്യമങ്ങളിലൊക്കെ വരുന്നതും ആ രീതിയിലാണ്. അതായത് ചേലാകർമ്മം ചെയ്യുന്നതിനിടക്ക് മരണപ്പെട്ടു എന്നുള്ള ആൾക്കാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ആണ് എന്ന് സ്വാഭാവികമായിട്ടും സാധാരണക്കാർക്ക് അറിയണമെന്നില്ല. അപ്പൊ അതിനെ അവർ മുതലെടുത്തു എന്നുള്ളതാണ്. ഈ പിന്നെ ഡോക്ടർ പട്ടമുള്ള ഒരാളത് പറയുമ്പോൾ ഒരുപക്ഷെ അത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും. കാരണം അവരുടെ ഹിസ്റ്ററി നമുക്കറിയാം. ഈ ചേലാകർമ്മം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വാഹനാപകടങ്ങൾ കൂടുന്നു എന്നൊക്കെയുള്ള വിചിത്രമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് അതിനു വേണ്ടി കോടതിയിലേക്ക് പോയി കോടതിയിൽ നോക്കി മേടിച്ച് തിരിച്ച് അങ്ങനത്തെ ആൾക്കാരാണല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ അവരെന്തിനു പറയുന്നു, അവരെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണെന്നുള്ള നമുക്കറിയാം. പക്ഷെ ഇത് സാധാരണക്കാർക്ക് ഇത് മനസ്സിലാണെന്നുള്ളതാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് പിന്നെ ബൈക്ക് ഇടിച്ചിട്ട് വാഹനാപകടം സംഭവിച്ചിട്ട് നമ്മൾ മരണപ്പെടുന്നു. അപ്പൊ പള്ളിയിലേക്ക് പോയത് കൊണ്ടാണ് മരണപ്പെട്ടത് പറഞ്ഞ അങ്ങനെ ഉണ്ടാവും. അതേപോലെയാണ് ഇത്. അതാണ് സർക്കംസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിന് മുമ്പുള്ള അനസ്തീഷ്യ, അത് ലോക്കലോ ജനറലോ അത് കൊടുക്കും. അതിന്റെ ഭാഗമായിട്ടൊരു മരണം സംഭവിക്കുകയാണ്. അത് സർക്കംസിഷന്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് നടക്കുകയാണ്. അപ്പോ അതിന്റെ ഒരു ലോജിസിറ്റി ഉണ്ടല്ലോ, അതാണ് ഈ ഒരു വിഷയം. അല്ല, ഇതിലെ ഞാൻ മനസ്സിലാക്കുന്നത് ആരിഫ് ഹുസൈൻ പറയുന്നത് കാര്യമാക്കരുത്. കാരണം അവൻ സ്യൂഡോ സയൻസ് അവൻ പറഞ്ഞതാണ്. ഹോമിയോ സ്യൂഡോ സയൻസ് ആണ് ഞാൻ പറഞ്ഞില്ല, അയാൾ തന്നെ പറഞ്ഞാണ്. അത് പഠിച്ച ഒരാളാണ്. അവന് മോഡേൺ മെഡിസിനെ കുറിച്ചോ മോഡേൺ സയൻസിനെ കുറിച്ചോ ഒന്നും അറിയില്ല. ഒട്ടും ശാസ്ത്രീയമായ ഒരു അറിവില്ലാത്ത ആരിഫ് പറയുമ്പോൾ അത് നിങ്ങൾക്ക് മെഡിക്കൽ കമ്മ്യൂണിറ്റിക്ക് മനസ്സിലാವೆങ്കിലും സാധാരണക്കാർക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. അതെ അതെ. അല്ല, അദ്ദേഹത്തിന്റെ പിന്നെ സംസാരം കേട്ടപ്പോ എനിക്കും അതാണ് മനസ്സിലായത്. ഇയാള് ഈ ലിറ്ററേച്ചറോ അല്ലെ ടെക്സ്റ്റ് ബുക്കോ ഒന്നും വായിച്ചതിന്റെ ഒരു മണം പോലും അദ്ദേഹത്തിന്റെ ഡയലോഗിലല്ലോ. മാത്രമല്ല, ഒരു ഓപ്പറേഷൻ തിയേറ്റർ അയാൾ ഇതുവരെ കയറിയിട്ടില്ല. ഹോമിയോയിൽ ഓപ്പറേഷൻ സർജറി ഇല്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഓപ്പറേഷൻ തിയേറ്റർ കണ്ടിട്ടുണ്ടാവില്ല. ഒരു ലിഡോക്കെയിൻ ഇഞ്ചക്ട് ചെയ്യുന്നവരെ അയാൾ ജീവിതത്തിൽ കാണാൻ സാധ്യതല്ല. അങ്ങനത്തെ ഒരാളാണ് ഇതിനെ കുറിച്ച് ഇത് അശാസ്ത്രീയമാണ് എന്നൊക്കെ പറയുന്നത്. അതെ, മൂപ്പരുടെ ഒരു ഐ ഡോണ്ട് നോ, ഞാൻ അതിനെ പറ്റി അധികം പറയുന്നില്ല. അതൊരു മതപരമായിട്ടുള്ള ആംഗിൾ കൊണ്ടുവരുന്നുള്ള മാത്രമാണ്. അതിപ്പോ മൂപ്പര് എല്ലാ വീഡിയോസിലും ബാക്കിൽ വെക്കുന്ന ഒരു കൊടി ഉണ്ടല്ലോ, ആ കൊടി ആക്ച്വലി ഇസ്രായേലിന്റെ ആണ്. അപ്പൊ അവിടെയുള്ള ഇയാളിപ്പോ പിന്നെ ഇസ്രായേലിന്റെ ഇത് താങ്ങി നടക്കുന്നുണ്ടല്ലോ. അവര് വെക്കുന്ന ജൂതന്മാർ എന്ന് പറയുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശ്വാസപരമായി എന്തായാലും ചെയ്യേണ്ട ഒരു കാര്യമാണ് ആക്ച്വലി ഈ പറയുന്ന സർക്കംസിഷൻ എന്നുള്ളത്. അപ്പോ ഇത് പിന്നെ ഇവിടെയുള്ള കുറച്ച് തട്ടിക്കൂട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ മുസ്ലിങ്ങളെ ഒന്ന് അപരവൽക്കരിക്കാൻ വേണ്ടി ചെയ്യുന്നു എന്ന് മാത്രമേ എനിക്ക് തോന്നുള്ളൂ. അതെ അതെ അതെ. ഇത് ഇദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ളത് പ്രകാരം ഇത് മുസ്ലിങ്ങൾ ഏതോ കാലത്ത് കണ്ടുപിടിച്ചതും അവര് മാത്രമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ്. അവരെന്തോ മതപരമായിട്ടുള്ള കിതാബ് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യമാണെന്നുള്ളതാണ് മൂപ്പരുടെ ഒരു നരേഷൻ എന്ന് പറയുന്നതാണ്. യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ മാത്രമല്ല ചെയ്യുന്നത്, ഒരുപാട് ആളുകൾ സർക്കംസിഷൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നും ലോകത്ത് പല കാരണങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്യുന്ന ആളുകളുണ്ട്. ലോകത്തൊരു സ്റ്റാറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 70% റിലീജിയസ് കൾച്ചറൽ കോസുകൾക്ക് വേണ്ടിയിട്ടാണ്. മുസ്ലിംസ് ചെയ്യുന്നുണ്ട്, ജ്യൂസ് ചെയ്യുന്നുണ്ട്, ചില ക്രിസ്ത്യൻസ് ചെയ്യുന്നുണ്ട്. 70% അങ്ങനെ തന്നെയാണ്. ബാക്കി 30% ഡ്യൂ ടു ദെയർ ഓൺ പേഴ്സണൽ മെഡിക്കൽ റീസൺസിന് വേണ്ടിയിട്ടാണ് സർക്കംസിഷൻ ചെയ്യുന്നത്. ഞാൻ അമേരിക്കയിലുള്ള ഒരു ഇത് നോക്കിയപ്പം ഡാറ്റ നോക്കിയ സമയത്ത് അവിടെ പക്ഷേ ഒരു 50% ചെയ്യുന്നത് മെഡിക്കൽ അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ക്ലെൻലിനെസ് ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ട് മനുഷ്യർ സ്വയം എന്തോ ഒരു അസുഖം വന്നിട്ടല്ല, പ്രൊഫൈലാക്ടിക് ആയിട്ട് തന്നെ ചെയ്യുന്ന ഒരു കൾച്ചർ അമേരിക്കയിൽ ഉണ്ട് എന്നാണ് വായിക്കാൻ കഴിഞ്ഞത്. അവിടെ പക്ഷേ റിലീജിയസ് കോഴ്സ് കൊണ്ട് ചെയ്യുന്നതിനേക്കാളും അധികം ആളുകളും ഇങ്ങനെ ഒരു പേർപ്പസിന് വേണ്ടിയിട്ടാണ് അവനവന്റെ ഹെൽത്ത്
റിലേറ്റഡ് ക്ലെൻലിനെസ്, മെഡിക്കൽ പ്രൊട്ടക്ഷൻ എന്നൊക്കെയുള്ള ഉദ്ദേശത്തിലാണ് കൂടുതൽ ആളുകളും സർക്കം ചെയ്യുന്നത്. അപ്പൊ മൾട്ടിപ്പിൾ കൾച്ചറൽ എൻവയോൺമെന്റുള്ള മൾട്ടിപ്പിൾ കോസ് കൊണ്ട് ജനങ്ങൾ ചെയ്യുന്നുണ്ട്. എന്ത് സാധനം കണ്ടു കഴിഞ്ഞാലും അതൊക്കെയും ഇസ്ലാമിനെ അടിക്കാനുള്ള ഒരു വടിയായിട്ട് ഉപയോഗിക്കാം, അത് വിറ്റ് വെറുപ്പ് വിറ്റ് കാശുണ്ടാക്കാം എന്ന് വിചാരിക്കുന്ന ഒരു അബദ്ധ ധാരണയിൽ നിന്നാണ് അയാൾ ചാടി എണീറ്റിട്ട് ഇതിനെതിരെ പ്രസംഗിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് എന്ന് മാത്രമല്ല, ഇവരുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഒരു സയന്റിഫിക് ബേസും ഇല്ലാത്ത എന്തോ ഒരു പ്രാകൃതമായ സാധനം എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ സലാമക്ക? തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ പറയുന്നത് ഇവര് ഇതിനെ പറ്റിയിട്ട് ഒരു വായിക്കാനുള്ള ശ്രമം പോലും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ നമുക്ക് ഓരോന്നും തെളിവ് സഹിതം തന്നെ കുറച്ചെങ്കിലും സാമ്പിളുകൾ കാണിച്ചു കൊടുക്കാൻ തോന്നും. എന്തൊക്കെയാണ് മെഡിക്കൽ ലിറ്ററേച്ചർ ഇതിനെ പറ്റി പറയുന്നത്, ടെക്സ്റ്റ് ബുക്കുകൾ എന്താണ് ഈ വിഷയത്തിൽ സംസാരിക്കുന്നത് എന്നൊക്കെ ഉള്ളത് വേണമെന്നുണ്ടെങ്കിൽ കാണിക്കാവുന്നതാണ്. സർക്കംസിഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ പബ്മെഡിന്റെ ഒരു ആർട്ടിക്കിൾ വായിച്ചു. സർക്കംസിഷൻ എന്ന് പറഞ്ഞിട്ട്, പബ്മെഡ് എന്ന് പറയുന്നത് ഹെറിറ്റേജ് മെഡിക്കൽ ജേർണൽ വായിക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും, ഏറ്റവും ഒതന്റിക് ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ജേർണലാണ്. അപ്പൊ അവര് സർക്കംസിഷൻ, ബെനിഫിറ്റ്സ് ഓഫ് സർക്കംസിഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ വായിച്ചപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരിഫ് ഹുസൈൻ പബ്മെഡ് നിരോധിക്കണം എന്ന് പറയും. ആ രീതിയിലാണ് ഇതിലുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് കുറച്ചെണ്ണം വായിക്കാം. ഓക്കെ. Circumcision reduces the risk of balanoposthitis, candidal infection, inflammatory skin conditions of the glands and foreskin, phimosis, paraphimosis, pineal cancer, sexually transmitted diseases. The lifetime risk of urinary tract infection is reduced by 20%. 20% മൂത്ര പഴുപ്പിന്റെ റിസ്ക് ആണുങ്ങളിൽ ഇത് കുറക്കും. മെയിൽ ജെനിറ്റൽ ഹൈജീൻ, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്, പിന്നെ ഈവൻ HPV വാക്സിൻ 100% മാലിഗ്നൻസി, പിനൈൽ മാലിഗ്നൻസി പ്രൊട്ടക്ഷൻ HPV വാക്സിൻസിന് പോലും കൊടുക്കുന്നില്ല. പക്ഷെ സർക്കംസിഷൻ ഈസ് ഗ്യാരണ്ടിയിങ് ഓൾമോസ്റ്റ് 100% പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് പിനൈൽ ക്യാൻസർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലോങ് ലിസ്റ്റ് അവർ ഇത് പബ്മെഡ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ദിസ് ഇസ് ആൻ വെരി ഒതന്റിക് ജേണൽ, മെഡിക്കൽ ജേണൽ. മെഡിക്കൽ ലിറ്ററേച്ചർ വായിക്കുന്ന ഏതൊരാൾക്കും വളരെ ആധികാരികമായിട്ട് അവർ റെഫർ ചെയ്യുന്ന സാധനമാണ് പബ്മെഡ് എന്ന് പറയുന്നത്. പബ്മെഡ്, ലാൻസെറ്റ്, ഇതിലൊക്കെയുള്ള ആർട്ടിക്കിൾസിന്റെ സ്ക്രീൻഷോട്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടെ ഷെയർ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ മനുഷ്യന്മാര് ഈ സാധനങ്ങളുടെ ഒന്നും അയൽവക്കത്ത് കൂടി പോലും പോയിട്ടില്ല. ഞാനൊരു സാധനം കാണിക്കാം. അത് പീഡിയാട്രിക് ടെക്സ്റ്റ് ബുക്ക് ഓഫ് നെൽസൺ ടെക്സ്റ്റ് ബുക്ക് ഓഫ് പീഡിയാട്രിക്സ് 21st എഡിഷന്റെ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കാം. അതില് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷന്റെ റിസ്ക് ഫാക്ടർ ആയിട്ട് പറയുന്നത് അൺസർക്കംസൈസ്ഡ് മെയിൽ ഇസ് എ റിസ്ക് ഫാക്ടർ ഫോർ ഡെവലപ്പിംഗ് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ. അത് ഇന്നും നമ്മുടെ നാട്ടിലെ MBBS, PG, MD പീഡിയാട്രിക്സ് ചെയ്യുന്ന ആളുകളൊക്കെ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ വളരെ കൃത്യമായി എഴുതുന്നുണ്ട്. മെഡിക്കൽ വേൾഡിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഡൗട്ടും ഈ വിഷയത്തിലില്ല. ഇറ്റ് ഹാസ് ഹെൽത്ത് ബെനിഫിറ്റ്സ്. പിന്നെ എന്തൊരു പ്രൊസീജിയറിനും, മെഡിക്കൽ പ്രൊസീജിയറിനും, അത് മെഡിക്കൽ പ്രൊസീജിയർ മാത്രമല്ല, എന്തൊരു സാധനത്തിനും സ്വാഭാവികമായിട്ടുണ്ടാവുന്ന അഡ്വേഴ്സ് എഫക്ട്സ്, പെയിൻ ഉണ്ടായിരിക്കും, അനസ്തീഷ്യ റിലേറ്റഡ് ലോക്കൽ അനസ്തീഷ്യ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ഒരു എന്താ പറയുക, എക്സ്പേർട്ട് അല്ലാത്ത ആളാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അത് ദുന്യാവിലുള്ള ഏത് പ്രൊസീജിയറിനും അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ ഉണ്ടായിരിക്കും. അങ്ങനത്തെ അല്ലാത്ത സാധനം ഉണ്ടെങ്കിൽ അത് ആരിഫ് ഹുസൈന്റെ ഗുളിക മാത്രമേ ഉണ്ടാവുള്ളൂ. മധുരം മിഠായി ഗുളികൾക്ക് അത് ഉണ്ടാവും എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ. ബട്ട് ബാക്കി സാധനങ്ങൾക്കൊക്കെയും ഈ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരിക്കും. അത് സ്വാഭാവികമാണ്. പക്ഷെ ഇത് ഒരു ബെനിഫിറ്റും ഇല്ലാത്ത എന്തോ പ്രാകൃതമായ സാധനം എന്ന് വരുന്ന ആളുകൾ എന്താ പറയാ, മെഡിക്കൽ ലിറ്ററേച്ചറിന്റെ 4 അയലത്ത് കൂടി പോയിട്ടില്ല എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. കുറെ എണ്ണം കാണിക്കാൻ പറഞ്ഞു. അതില് പറഞ്ഞെടുത്ത് പിന്നെ ഫൈമോസിസ് പറഞ്ഞല്ലോ, അതായത് പിന്നെ ഈ ഫോർസ്കിൻ അവിടെ തന്നെ ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നമായിട്ട് ഫൈമോസിസ് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഇവരൊക്കെ ഈ പറയുന്ന ആൾക്കാരൊക്കെ ഈ ജെൻഡർ റീഅസൈൻമെന്റ് സർജറിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് പിന്നെ ഈ പറഞ്ഞ LGBTQIA+ ഇങ്ങനെ ആക്ടിവിസത്തിനൊക്കെ സപ്പോർട്ട് ചെയ്ത് ജെൻഡർ റീഅസൈൻമെന്റ് സർജറി, ഇതിന്റെ ഒക്കെ ഒരു ഹിസ്റ്ററി നോക്കുമ്പോൾ ഈ ഫൈമോസിസ് വന്നിട്ടുള്ള കുട്ടികൾക്കാണ് അതിന്റെ പിന്നെ എന്താ പറയാ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഒരു ഡോക്ടർ പിന്നെ 2 കുട്ടികളെ കാര്യം പറയുന്നല്ലേ. ഇതിൽ ഇപ്പൊ നമുക്ക് സർക്കംസിഷനിലേക്ക് പോരാണെന്നുണ്ടെങ്കിൽ ഫൈമോസിസ്, ബെലനോപോസ്റ്റൈറ്റിസ് ഇങ്ങനത്തെ കൃത്യമായിട്ടുള്ള സ്റ്റഡീസ് നമുക്ക് കാണാൻ കഴിയും. ബെലനോപോസ്റ്റൈറ്റിസിന്റെ റിസ്ക് റെഡ്യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഫൈമോസിസ് റിസ്ക് റെഡ്യൂസ് ചെയ്യുന്നു. ഫൈമോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലാൻസ് പെനിസിന്റെ മുകളിൽ ഫോർസ്കിന്നിന് ഒട്ടിപ്പിടിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെയാണ് നമ്മൾ ഫൈമോസിസ് എന്ന് പറയാം.
അപ്പോൾ ഇങ്ങനത്തെ സ്റ്റഡീസ് ധാരാളമായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ ഏതൊരാൾക്കും കിട്ടുന്ന രീതിയിൽ ആക്സസിബിൾ ആണ്. ഡോക്ടർ അസ്ലം, അതോടൊപ്പം തന്നെ സാധാരണ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ വായിച്ചിരുന്ന ഒരു സംഗതിയാണ് ഇതേപോലുള്ള സർക്കംസിഷൻ സെക്ഷലി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതും അതൊരു ഡിസാറ്റിസ്ഫാക്ഷൻ കാരണമാകും എന്നുള്ളതൊക്കെ ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള ചില ആർഗ്യുമെന്റ്സ് ഒക്കെ കണ്ടു. അതിന് എത്രത്തോളം ബേസ് ഉണ്ട്? ഒക്കെ അങ്ങനെ പലരും സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ഓൺലൈനിലൊക്കെ പല സാധനങ്ങൾ നമുക്കിങ്ങനെ വായിക്കാൻ കിട്ടും, ചിലർക്ക് ഇങ്ങനെ പറയുന്നത് കേൾക്കാം. പക്ഷെ അതേസമയം അതിനൊരു ഒരു സ്ട്രോങ് സയന്റിഫിക് പ്രൂഫ് ആ സാധനത്തിന് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പൊ ഞാൻ പബ്മെഡിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിൾ എന്നുള്ള ഒരു ചെറിയ ഭാഗം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഒരു സ്റ്റഡി അത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. The male circumcision trials evaluated sexual satisfaction in adult men and their female partners before and after the procedure and compared men randomized to male circumcision with uncircumcised controls. Okay, അപ്പോൾ ഇവര് സർക്കംസൈസ് ചെയ്തതും അല്ലാത്തതുമായിട്ടുള്ള കൺട്രോളും കേസും എടുത്തിട്ട് ഒരു സ്റ്റഡി നടത്തി. അതിൽ there were no significant difference in male sexual satisfaction or dysfunction among the trial participants. അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒരു സ്ട്രോങ് എവിഡൻസിന്റെ മുകളിലുള്ള സംസാരമല്ല അത്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത്. നേരെ മറിച്ചാണ് കാര്യങ്ങൾ കാണുന്നത്. ആ സ്റ്റഡിയിൽ തന്നെ കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ അതിന്റെ മറ്റൊരു ഭാഗം പറയുന്നത് there is no significant difference in male sexual satisfaction or dysfunction among trial participants. അത് കഴിഞ്ഞിട്ട് അവസാനം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ in addition 97% of female partners reported either no change or improved sexual satisfaction after their male partners were circumcised എന്നാണ് പറയുന്നത്. അപ്പോൾ സ്റ്റഡീസ് ആക്ച്വലി കുറച്ചെങ്കിലും അവൈലബിൾ ആയിട്ടുള്ളത് നേരെ തിരിച്ചാണ്. അപ്പോ ആ പറയുന്നത് ഒരു അത്ര ഒരു സയന്റിഫിക് ബേസിലുള്ള ഒരു ഡയലോഗ് അല്ല. യാതൊരു തെളിവുള്ള എവിഡൻസും ഇല്ലാത്ത മാത്രമല്ല സ്റ്റഡീസ് ചിലത് നമുക്ക് കാണാൻ കഴിയും. അത് ഒരു സെക്ഷൽ പ്ലഷർ ഒക്കെ സ്റ്റഡി ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് പ്രാക്ടിക്കലി അതിൽ കുറെ കൂടി സബ്ജക്റ്റീവ് ആണ്, അത് ഇൻഡിവിജ്വൽ ഡിപെൻഡിങ് ആണ്. അങ്ങനെ സബ്ജക്റ്റീവ് ആകുമ്പോഴും അതൊക്കെ കണ്ടുപിടിച്ച് തിരിച്ച് പിന്നെ സെക്ഷൽ പ്ലഷർ കുറയുന്നുണ്ട് എന്നൊക്കെ പഠിക്കാൻ കഴിയുന്നുണ്ടല്ലോ അവർക്ക്. അതാണ് അതില് അത് മറ്റു ചില പ്ലഷറുകൾ അവർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അതുകൊണ്ടാണ് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് അതാണ്. അതെ അതെ അതെ, വേറെ ചില പ്ലഷറിന് വേണ്ടിയിട്ടാണത്. ഓക്കെ, അപ്പൊ അതിലത്രേ പറയാനുള്ളൂ. ബെലനൈറ്റിസ് നമ്മൾ പറഞ്ഞല്ലോ, ബെലനോപോസ്റ്റൈറ്റിസ് പറഞ്ഞല്ലോ. ഇപ്പോ ഇത് പബ്മെഡ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡിയാണ്, മെറ്റാ അനാലിസിസ് ആണ്. അതിൽ ആ സ്റ്റഡി പറയുന്നത് this study found that the prevalence of balanitis was 68% lower in circumcised versus uncircumcised. അതായത് സർക്കംസൈസ് ചെയ്ത ആളുകളിൽ ബെലനോപോസ്റ്റൈറ്റിസിന്റെ റിസ്ക് 68% കുറവാണ്. ഈ സ്റ്റഡി പബ്ലിഷ് ചെയ്തിട്ടുള്ളത് പബ്മെഡ് പബ്ലിഷ് ചെയ്തിട്ടുള്ള സ്റ്റഡിയാണ്. പിന്നെ അതുപോലെ തന്നെ HIV ട്രാൻസ്മിഷൻ പബ്മെഡിന്റെ പബ്ലിഷ് ചെയ്തിട്ടുള്ള മറ്റൊരു സ്റ്റഡി പറയുന്നത് മെറ്റാ അനാലിസിസ് ആണ്. മെറ്റാ അനാലിസിസ് സ്റ്റഡി അറിയുന്ന ആളുകൾക്കറിയാം ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് സ്റ്റഡി എന്ന് പറയുന്നത് മെറ്റാ അനാലിസിസ് ആയിരിക്കും. ഒരുപാട് സ്റ്റഡീസിനെ ക്യുമുലേറ്റീവ് ആയിട്ട് റീഡ് ചെയ്യുന്നതിനാണ് നമ്മൾ മെറ്റാ അനാലിസിസ് എന്ന് പറയാം. അപ്പൊ അതിൽ പറയുന്നത് മെറ്റാ അനാലിസിസ് ഓഫ് ദി സ്റ്റഡീസ് ഇൻ ആഫ്രിക്ക ഷോഡ് ദാറ്റ് an adjusted reduction in HIV of about 45% in general population and 70% in high risk group. In circumcised males 45% in general population ആൻഡ് 70% ഇൻ ഹൈ റിസ്ക് പോപ്പുലേഷൻ എന്താണ് HIV ട്രാൻസ്മിഷൻ റിസ്ക് കുറവാണ് എന്നുള്ളതാണ് സർക്കംസൈസ്ഡ് വേഴ്സസ് അൺസർക്കംസൈസ്ഡ് നടത്തിയിട്ടുള്ള സ്റ്റഡി. ഇതും പബ്ലിഷ് ചെയ്തിട്ടുള്ളത് പബ്മെഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിനെ പറ്റിയിട്ട് ഈ സർക്കംസൈസ്ഡ് മെയിൽസിൽ HIV ട്രാൻസ്മിഷൻ കുറവാണ് എന്നുള്ളത് ആ ഒരു സ്റ്റഡീസ് വന്നതിന് ശേഷം ആ വിഷയത്തിൽ പിന്നെ WHO അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് പ്രോഗ്രാം ഫോർ എയ്ഡ്സ് കൺട്രോൾ അവരുടെ ഒക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ആ സ്റ്റഡിയിൽ കോട്ട് ചെയ്യുന്നുണ്ട്. അതെന്താ പറയുന്നത് വെച്ചാൽ ദ എഫിക്കസി ഓഫ് മെയിൽ സർക്കംസിഷൻ ഇൻ റെഡ്യൂസിംഗ് ഫീമെയിൽ ടു മെയിൽ ട്രാൻസ്മിഷൻ ഓഫ് HIV ഹാസ് ബീൻ പ്രൂവൺ ബിയോണ്ട് റീസണബിൾ ഡൗട്ട്. ഒരു ഡൗട്ടും ആ വിഷയത്തിലില്ല. ദിസ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ലാൻഡ്മാർക്ക് ഇൻ ദ ഹിസ്റ്ററി ഓഫ് HIV പ്രിവെൻഷൻ. ഞാനിങ്ങനെ ആലോചിച്ചു, ഈ ഡയലോഗ് എങ്ങാനും ആരിഫ് ഹുസൈൻ വായിച്ചിട്ടുണ്ടെങ്കിൽ WHO നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കും.
അപ്പോ അപ്പൊ ഈ സംഭവത്തിനെ കുറിച്ചുള്ള ഇതിന്റെ മെഡിക്കൽ ബെനിഫിറ്റ്സ് ബിയോണ്ട് സ്കോപ്പ് ഓഫ് എനി ഡൗട്ട്. ആ വിഷയത്തിൽ ഒരു ചർച്ചയുടെ പ്രസക്തി പോലും ഇല്ലാത്ത വിധത്തിൽ ആ വിഷയത്തിൽ ആർട്ടിക്കിൾസ് അവൈലബിൾ ആണ്, ടെക്സ്റ്റ് ബുക്ക് ലിറ്ററേച്ചർ അവൈലബിൾ ആണ്. അപ്പൊ അതിന്റെ പരിസരത്ത് കൂടി ഒന്ന് പോവുക, അല്ലെങ്കിൽ അങ്ങനെ പോയ ആരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കുക. അറ്റ്ലീസ്റ്റ് അവർ സ്ഥിരം ചെയ്യാറുള്ള ഒരു ഗൂഗിൾ സെർച്ചെങ്കിലും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. ആരിഫിനോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവനത് വായിച്ച് മനസ്സിലാക്കാനുള്ള കാലിബർ ഒന്നുമില്ല. കാരണം അവന് സ്യൂഡോ സയൻസ് മാത്രമല്ല അവനാകെ അറിയുന്നത് പിന്നെ ചാറ്റ് ജിപിടിയിൽ ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്ത് ചോദിച്ചു അവൻ അറിയുന്ന എന്തൊരു ടൈം ഉണ്ടായിരുന്നല്ലോ, അത് ഞാൻ മറന്നത്. അവന് ഡീപ് സെർച്ച് അവന്റെ ഡീപ് സെർച്ച് ചെയ്തിട്ട് അവൻ ആവശ്യമുള്ള സാധനങ്ങൾ ഇത് അശാസ്ത്രീയമാണ് എന്ന് പറയാൻ അവന് പറ്റുള്ളൂ. അല്ലാണ്ട് ഈ സ്റ്റഡീസ് ഒന്നും അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. സാധാരണക്കാർക്ക് വായിച്ച മനസ്സിലാവുന്ന ആളുകൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയ സ്റ്റഡീസ് ആണ്. ഇതിന് ഹെൽത്ത് ബെനിഫിറ്റ് ഇല്ല, സയന്റിഫിക് ബേസ് ഇല്ല എന്ന് പറയുന്നവരോടാണ് ഇത് പറഞ്ഞത്. ഞാനിപ്പോ നിങ്ങള് സംസാരിക്കുന്നതിന്റെ ഇടയിൽ ലാൻസെറ്റിലെ മറ്റൊരു സ്റ്റഡി നോട്ട് ചെയ്തത്, ലാൻസെറ്റ് പബ്ലിഷ് ചെയ്താണ്. അത് സിഫിലിസ് വേഴ്സസ് സർക്കംസിഷൻ. മെയിൽ സർക്കംസിഷൻ വാസ് അസോസിയേറ്റഡ് വിത്ത് 42% റിഡക്ഷൻ ഇൻ ദ ഇൻസിഡൻസ് ഓഫ് സിഫിലിസ് ഇൻ മെൻ. 42% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 50% അടുത്തെത്തി. അത്രയും പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഇങ്ങനത്തെ വിഷയത്തിൽ ഹൈലി പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഷറാണ് മെയിൽ സർക്കംസിഷൻ എന്നുള്ളതിൽ ഇപ്പൊ ഞാൻ പറഞ്ഞത് ലാൻസെറ്റിലെ സ്റ്റഡിയാണ്. ലാൻസെറ്റ്, പബ്മെഡ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും, അത്യാവശ്യം അറിയുന്ന ആൾക്കാർക്ക് അത് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിലൊക്കെ പബ്ലിഷ് ചെയ്ത സ്റ്റഡീസ് ഒക്കെ പൊട്ടത്തരം, അതൊക്കെ പ്രാകൃത ആറാന്ന് പറഞ്ഞാണ്ട് പിന്നെ ഐ ഡോണ്ട് നോ എങ്ങനെ പറയണമെന്ന് അറിയില്ല. ഞാൻ ആലോചിക്കുന്നതല്ല ഇതൊക്കെ, പിന്നെ ശാസ്ത്രബോധമുള്ള കുറച്ചൊക്കെ അറിവുള്ള സാധാരണക്കാർ ചിന്തിക്കൂല എന്നെങ്കിലും ഇവനെ ആലോചിക്കണ്ടേ? ഓക്കെ, ഇവനൊരു അജണ്ട ഉണ്ട്, ഇവന് ആളുകളിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ഒരു ഇസ്ലാം വിരോധം വളർത്താൻ വേണ്ടി പണിയെടുക്കാണ്. ബാക്കില് ഇസ്രായേലിലൊക്കെ ഫ്ലാഗ് വെച്ചിട്ട് നേരത്തെ പറഞ്ഞ ജൂതന്മാരൊക്കെ ഇത് നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് പറയുന്ന ആളുകളാണ്. എന്നിട്ട് ഇതൊക്കെ ഇതുപോലെ ശാസ്ത്രവിരുദ്ധമാണെന്ന് പറഞ്ഞ് കേസിന് പോകണമെങ്കിൽ ഇത് പൊതുജനങ്ങൾ ഇത് കേൾക്കുന്നു മനസ്സിലാക്കുന്നു എന്നുള്ള ഒരു ബോധമെങ്കിലും അവന് വേണ്ടേ എന്നാണ് ഞാൻ സമയത്ത് ആലോചിച്ചത്. നമ്മള് അതില് പിന്നെ ഈ ഇങ്ങനെയുള്ള ആൾക്കാർ ഇവര് എന്ന് പറഞ്ഞാല് ഇവർക്ക് അറിഞ്ഞുകൊണ്ട് ഒരുപക്ഷെ ഇതൊക്കെ എന്തെങ്കിലും മനസ്സിലാക്കിക്കൊണ്ടല്ലേ, മനസ്സിലാക്കാൻ പറ്റൂല എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത്, എന്താ അറിയില്ല, അവരങ്ങനെ പോകുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇവന്റെ ഒക്കെ വാചക കസർത്തുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരെ മാത്രമാണ്. ഈ വിഷയത്തിൽ പിന്നെ ഇതൊരു ഇസ്ലാമിക് പെർസ്പെക്റ്റീവിൽ കൂടി പറയുന്നുണ്ട്. പിന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് പിന്നെ ഏതെങ്കിലും സയന്റിഫിക് സ്റ്റഡീസ് ഇവിടെ നമ്മൾ ഒരുപാട് ഉദ്ധരിച്ചു, ലാൻസെറ്റിലോ അതുപോലെ പബ്ബഡിലൊക്കെ വന്ന് സ്റ്റഡീസൊക്കെ പറഞ്ഞു. അത് അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ടല്ല ഇവിടെയുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ പിന്നെ സർക്കംസൈസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇത് കാര്യങ്ങളിലേക്ക് പോകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് പിന്നെ പടച്ചോൻ പറഞ്ഞു എന്നുള്ളതുകൊണ്ടാണ്, അവർക്ക് മതപരമായിട്ട് അങ്ങനെ ഒരു ഒബ്ലിഗേഷൻ ഉള്ളത് കൊണ്ടാണ്. അതേസമയം ഇതിനൊക്കെ കൃത്യമായിട്ട് സയന്റിഫിക് ബേസും കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോ പബ്മെഡിനേക്കാളും ലാൻസെറ്റിനേക്കാളും മുകളിലാണോ പിന്നെ ഈ ചാറ്റ് ജിപിയുടെ ഡീപ് റിസർച്ച് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷെ നമുക്ക് അതിൽ വേറെ സ്കോപ്പ് ഉണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല, അങ്ങനെയാണ് എന്നറിയില്ല. അപ്പോൾ പിന്നെ ആ നിരക്കാണ് ഈ ഒരു വിഷയം മാത്രം മനസ്സിലാക്കിയാൽ മതി. ഈവൻ ഇപ്പൊ ഒരു മതപരമായിട്ടുള്ള ആംഗിൾ ഇല്ലാത്ത ആളുകൾക്ക് പോലും ഒരുപാട് ഇപ്പൊ സിഫിലിസിനെ കുറിച്ച്, HIV കുറിച്ച്, അതുപോലെ തന്നെ ഈ പിന്നെ എന്താ പറയാ നമ്മുടെ ഒരുപാട് അസുഖങ്ങളെ കുറിച്ച് പറഞ്ഞു. ഈ കാര്യങ്ങളിലൊക്കെ പിന്നെ മെഡിക്കലി തന്നെ പ്രൂവ് ചെയ്യപ്പെട്ടതാണ്, അതിൽ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ അത് മനസ്സിലാക്കുന്നുള്ള മാത്രമേ വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പൊ ചെയ്യണം എന്നല്ലല്ലോ പറഞ്ഞത്. പക്ഷെ എന്താ പറയാ, നിരോധിക്കണം എന്ന് പറഞ്ഞാണ്ട് കേസ് കൊടുക്കുക, നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുക, അതല്ല അതിന്റെ പ്രശ്നം. എന്തെങ്കിലും ഒരു സാധനം എവിടെയെങ്കിലും അപ്പൊ സർക്കംസൈസ് ചെയ്യാൻ പോയ, നേരത്തെ ഹിലാൽ പറഞ്ഞ മാതിരി സർക്കംസൈസ് ചെയ്യാൻ പോയ ആൾ ബൈക്ക് തട്ടി വീണു, അതുകൊണ്ട് സർക്കംസൈസ് നിരോധിക്കുക എന്ന് പറയുന്ന ഒരു ലോജിക്കാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന്റെ തലയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇത്രയും ക്ലിയർ ആണ്. നമ്മൾ മതപരമായിട്ടുള്ള ആംഗിൾ ആണെങ്കിലും അതുപോലെ തന്നെ മെഡിക്കലി ഒക്കെ നോക്കുകയാണെങ്കിലും ഒരാൾക്കും യാതൊരു സംശയവും ഇല്ലാതെ പറയാൻ പറ്റുന്ന പിന്നെ അത്രയും അഡ്വാൻറ്റേജ് ഉള്ള ഒരു വിഷയമാണ്. അതിനെ ഇങ്ങനെ സമൂഹ മധ്യത്തിലേക്ക് ഒരു മതവിദ്വേഷം എന്നുള്ളത് കൊണ്ട് മാത്രം, ഉള്ളിലുള്ളത് കൊണ്ട് മാത്രം ഇങ്ങനെ വലിച്ചടക്കുക. ഇപ്പോൾ നമുക്ക് സാധാരണ പറയാറുണ്ട്, ഈ ഇങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ കാണുന്ന സമയത്ത് ഈ ഒരു ഇൻസിഡന്റ് നടന്നതുകൊണ്ട് അതിന്റെ പേരിൽ ആഘോഷിക്കുന്ന ആളുകൾ, നമ്മൾ അവരുടെ വേദനയിൽ പങ്കുചേരുന്നു. പക്ഷെ അതേസമയം അതിനെ ആഘോഷിക്കുന്ന, ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഒക്കെ നടക്കുമ്പോൾ 2 മാസം പ്രായമുള്ള ഒരു കുട്ടിയുടെ ഒരു വിഷയമൊക്കെ ഇങ്ങനെ ആഘോഷിക്കുന്നു, മരണമൊക്കെ ആഘോഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ കാണാത്ത കുറെ കാര്യങ്ങളുണ്ട് പുറം ലോകത്ത്. പിന്നെ ഒരുപാട് ആൾക്കാരെ മതത്തിന്റെ പേരിൽ കൊല്ലാക്കൊല ചെയ്യുന്നൊന്നും അവർ കാണുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം
ഇങ്ങനെ ഒരു പ്രൊസീജിയറിൽ ഒരു കുട്ടി മരണപ്പെട്ടു എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും വലിയ ആഘോഷം. അത് ആഘോഷിച്ച് അതിനെ പോസ്റ്റ് ഇട്ട് അങ്ങനെ നടക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. അവരെ കുറിച്ച് പറയാനുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതേസമയം അതൊക്കെ കേൾക്കുന്ന ആളുകൾ ഒന്നും അനുസരിച്ച് ചിന്തിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതൊക്കെ തന്നെ ഇവരുള്ളൂ, ഈ ഒരു നിലവാരം മാത്രമേ ഇവരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുന്നതാണ് അതിൽ സൂചിപ്പിക്കുന്നത്.